ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു അച്ചാറിൻ്റെ വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട്, അത് അച്ചാറിടാം. അത് അമ്പഴങ്ങയുടെ പുറത്ത് ഇങ്ങനെ കറുത്ത പാടുണ്ട്. അപ്പം കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. ഇനി നമുക്കതെല്ലാം ഒന്ന് ചിരണ്ടി കളയാം. തൊണ്ട് ചെത്തുന്നൊന്നുമില്ല ഞാൻ, ആ കറുത്ത അത് വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ അതങ്ങ് പോവേ. അപ്പം അങ്ങനെ നമ്മൾ അമ്പഴങ്ങയെല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുക്കാവേ. അങ്ങനെ അമ്പഴങ്ങയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി നമുക്കത് ഒന്നും കൂടി കഴുകിയെടുക്കണം. അങ്ങനെ വേറെ നല്ല വെള്ളം എടുത്തിട്ട് അതിലും കൂടെ കുറച്ച് നേരം ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാവേ. അതിൻ്റെ കറവെല്ലമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഏതച്ചാർ കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. ഇതൊക്കെ ഇടുന്നതേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനൊക്കെ തീരും കേട്ടോ. അച്ചാറൊക്കെ വെറുതെ തിന്നുകൊണ്ട് നടക്കും. തിന്നാൻ പാടില്ല, വീപ്പൊക്കെ കൂടും. എന്നാലും അച്ചാർ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ എടുത്ത് കഴിക്കും. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് അധികം അമ്പഴങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും അച്ചാറിടുക ചെയ്തേ, പ്രാവശ്യം കിട്ടിയതും അച്ചാറിട്ട് വയ്ക്കാം. എന്താ അമ്പഴങ്ങയെല്ലാം നമ്മൾ തൊലി ചിരണ്ടി എടുത്തത്, തൊലിയല്ല ചിരണ്ട, തൊലിയുടെ പുറമേ ഉള്ളൊരു കറുത്തൊരു ഇതുണ്ടായിരുന്നു, അത് ചിരണ്ടി കളഞ്ഞു. ഇത് നമ്മൾ നല്ല വെള്ളത്തിലിട്ട് ഒന്നുകൂടെ നല്ല രീതിയിൽ കഴുകിയെടുക്കുവേ. അപ്പം ഞാനിവിടെ അമ്പഴങ്ങയെല്ലാം കഴുകിയെടുത്തു. ഇതാ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് കേട്ടോ അമ്പഴങ്ങയെല്ലാം കൂടെ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിയാം, മാങ്ങ അരിയുന്ന പോലെ, മാങ്ങ അച്ചാറിടെ അരിയുന്ന പോലെ അരിയാവേ. ഈ അമ്പഴങ്ങയ്ക്ക് ഉള്ളിൽ കുരു ഇല്ലാത്ത അമ്പഴങ്ങയാണ് കേട്ടോ. ഉള്ളിൽ കുരുവില്ല, ഇതുപോലെ നാരാണ്. ഈ നാരിന് ഭയങ്കര കട്ടി കേട്ടോ, മരത്തിൻ്റെ ഒക്കെ വേര് പോലെ ഇരിക്കുന്നു. നമ്മളിങ്ങനെ പീസാക്കിയിട്ട് അതിൽ നിന്ന് കുത്തിക്കിള്ളി എടുക്കുക കേട്ടോ ചെയ്തേ. സൂക്ഷിച്ചില്ലെങ്കിൽ കൈ മുറിയും. നിലവിൽ കൈയൊന്നും മുറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അമ്പഴങ്ങയെല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അമ്പഴങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത അമ്പഴങ്ങയാണ്, വലിയ പുളിയൊന്നുമില്ല. പക്ഷേ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ അരിഞ്ഞു വെച്ചു. ഇനി നമുക്കതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ ദാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. എൻ്റെ പാചകമെല്ലാം വിറകടുപ്പിലാണ് കേട്ടോ. ഗ്യാസില്ല, ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, അതിനുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ചട്ടി ചൂടായപ്പോൾ നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊന്നും അല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എൻ്റെ എല്ലാ പരിപാടി അതിലാണ്. അപ്പം ഇതാ അവിടെ അച്ചാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീരി മുളക് പൊടി, പിന്നെ കായം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായപ്പോൾ അതിലേക്കൊരു നുള്ള ഉലുവ ഇട്ടു. പിന്നെ നമ്മൾ ഒരു കുഞ്ഞു സ്പൂണ് കടുക് കൂടി ഇട്ടു കേട്ടോ. ഉലുവയും കടുകൊക്കെ പൊട്ടിയപ്പോൾ നമ്മളതിലേക്ക് എടുത്തു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തു, പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നോടം വരെ ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇതാ ഇഞ്ചി പച്ചമുളകൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് പൊടികളും കൂടി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ. എന്നൊക്കെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കായം ചേർത്ത് കൊടുക്കാം. കായം പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കായം ചേർത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്തവണ നമ്മൾ വിനാഗിരി വലിയൊരു കുപ്പി വിനാഗിരിയാണ് മേടിച്ചേട്ടോ. എല്ലാം ചേർത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച അമ്പഴങ്ങയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പൊടികളെല്ലാം കൂടി അമ്പഴങ്ങയിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ വീട്ടിൽ പിന്നെ അച്ചാറിന് ചാറ് വേണം, അതുകൊണ്ട് ചാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബായ്.